എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ എത്രയോ വർഷം മുന്നേ ഏകദേശം 2015-14 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. പൃഥ്വിരാജിനെ നായകനാക്കി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അറിവും ഇത്ര നാളായിട്ടും ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുവാണ്. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ ചിയാൻ വിക്രം കൂടി വരുന്നുണ്ടെന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തായെന്ന് അറിയത്തില്ല, അതിലെ ടെക്നീഷ്യൻസിൻ്റെ കാര്യം എന്തായെന്ന് അറിയത്തില്ല, പിന്നെ അത് സിനിമയുടെ കഥ എന്താണെന്ന് പോലും പുറത്ത് പറഞ്ഞിട്ടില്ല. അതിനിടക്കാണ് പൃഥ്വിരാജിനെ നായകനാക്കി RS വിമൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്ക് ശേഷം കർണൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരുന്നത്. അത് പൃഥ്വിരാജ് ആയിരുന്നു നായകനാകേണ്ടത്. പക്ഷേ പുള്ളിക്കാരൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറി പിന്നീട് ചിയാൻ വിക്രമിലേക്ക് എത്തുകയും പുള്ളിക്കാരൻ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ അതും ആ ഒരു സിനിമയെ പറ്റി ഒരു വിവരം ഇല്ലാതാവുകയും പിന്നെ അതിന് കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയൊരു ഗ്ലിംസ് പുറത്തു വിടുകയും പിന്നെ ഒരു ഷൂട്ടിംഗ് നടക്കുവാണെന്നോ പിന്നെ അത് തനിയെ ഡ്രോപ്പ് ആയെന്നോ കുറേ വിവരം എന്തൊക്കെയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഇതും അതേപോലെ ആവോ ഇല്ലയോ എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അടുത്ത ഒരു ക്ലാഷ് റിലീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദളപതി വിജയ് നായകനായ ജനനായകനും പ്രഭാസ് നായകനായ രാജാ സാബ് എന്ന സിനിമയും. രാജാ സാബ് ഈ വരുന്ന ഡിസംബറിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതെന്തായാലും പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അതായത് അടുത്ത വർഷം ജനുവരിയിലേക്കാണ് സിനിമ പോസ്റ്റ്പോണ്ട് ആയിരിക്കുന്നത്. ജനുവരി മാസം തന്നെയാണ് നമ്മുടെ ദളപതി നായകനായ ജനനായകനും റിലീസിന് എത്തുന്നത്. ജനുവരി മാസം എന്നേ പറഞ്ഞിട്ടുള്ളൂ. രാജാ സാബ് ജനുവരി 9-ാം തീയതി തന്നെയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പോസ്റ്റ്പോണ്ട് ആയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രാജാ സാബിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്തോ ഡിലേ ആയതുകൊണ്ടാണ് ജനുവരി മാസത്തിലേക്ക് സിനിമ പോസ്റ്റ്പോണ്ട് ആയെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പേഴ്സണലി എനിക്കും ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രഭാസിനെ ആ ഒരു വലിയ ബ്രഹ്മാണ്ഡ രീതിയിലുള്ള സിനിമകളല്ലാതെ ഒരു നോർമൽ കാഷ്വൽ സിനിമയിൽ അഭിനയിച്ച ആ ഒരു നോർമൽ ക്യാരക്ടർ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഒരു പേഴ്സണൽ ഒരാഗ്രഹം. ചാപ്റ്റർ 0 LCU ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓൾറെഡി പുറത്ത് വന്നതാണ്, എല്ലാവരും പറഞ്ഞ് ഞാൻ പറയാൻ ഇച്ചിരി ഡിലേ ആയി. അതായത് ഷോർട്ട് ഫിലിം വീണ്ടും റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയും കുറേ നാൾ കാത്തിരിക്കേണ്ടി വരും ഫ്രണ്ട്സ്. ഏകദേശം ഒരു 20-25 മിനിറ്റ് മാത്രം ഡ്യൂറേഷൻ വരുന്ന ഷോർട്ട് ഫിലിം നെറ്റ്ഫ്ലിക്സ് വഴിയായിരിക്കും ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ചെറിയൊരു ഷോർട്ട് ഫിലിം ഇട്ടാൽ അവർക്ക് അത്ര ബിസിനസ് പരമായ കാര്യങ്ങളൊന്നും തന്നെ നടക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കറിയില്ലല്ലോ ഈ LCU ഒരു യൂണിവേഴ്സിന് വേണ്ടി എല്ലാവരും എത്രമാത്രം കാത്തിരിക്കുന്നത്. ഇതൊന്നും അറിയാൻ കിട്ടി അവർ ഏറ്റെടുത്തോളും, അത് കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി വീണ്ടും എല്ലാം റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ലോകേഷ് അണ്ണൻ. ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ എന്തോ.